തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ വലിയ ഭയത്തോടു കൂടിയാണ് പെൺകുട്ടികൾ പഠിക്കാനെത്തുന്നത്. സീനിയർ ആയാലും ജൂനിയർ ആയാലും ചില ബിരുദന്മാർ ഈ പെൺകുട്ടികളുടെ പടമൊക്കെ അടിച്ചുമാറ്റി മോർഫ് ചെയ്ത് അശ്ലീല സന്ദേശങ്ങളും കുറിപ്പുകളും ഉൾപ്പെടുത്തി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു എന്നാണ് പോലീസ് കേസ്. ഈ പോലീസ് കേസ് വരുന്നത് വളരെ ഗുരുതരമായ കുറ്റമാണ് ഈ പ്രതി ചെയ്തിട്ടുള്ളതെങ്കിലും പോലീസുകാർ അത് കുറ്റമായി കണക്കാക്കിയില്ല എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് ഈ സംഭവത്തിന് ഇരകളായ പെൺകുട്ടികൾ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. കഴിഞ്ഞ ബുധനാഴ്ച വൈകുന്നേരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ MBBS വിദ്യാർത്ഥികൾ പോയി സ്റ്റേഷൻ ഉപരോധിച്ചു. വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പോലീസ് പെൺകുട്ടികൾക്ക് ഉറപ്പ് നൽകിയത് കൂടുതൽ കേസ് ഇടാമെന്ന്. ഇനി ആ സംഭവത്തിലേക്ക് കടക്കാം. ഒരു ബിരുദൻ വയനാട്ടിൽ നിന്ന് അവിടെ പഠിക്കാനെത്തി. എൻട്രൻസ് ഒക്കെ എഴുതി പാസ്സായാൽ മാത്രമേ സർക്കാർ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുകയുള്ളൂ. പഠിക്കാനൊക്കെ മിടുക്കനാണ്. അവൻ്റെ പേര് എബേൽ അഗസ്റ്റിൻ എന്നാണ് അയാളുടെ പേര്. 3ാം വർഷ MBBS വിദ്യാർത്ഥിയായ ഈ എബേൽ അഗസ്റ്റിൻ എന്തു ചെയ്തു? അയാളുടെ സീനിയറായി പഠിച്ചിരുന്ന പെൺകുട്ടികളെ പരിചയപ്പെട്ടു. അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൊക്കെ ഫ്രണ്ടും ഒക്കെ ആയ ശേഷം അവരുടെ പടങ്ങൾ ഇയാൾ ഡൗൺലോഡ് ചെയ്തു. എന്നിട്ട് അത് മോർഫ് ചെയ്തു. ഇതുപോലെ സീനിയർ പെൺകുട്ടികളെ മാത്രമല്ല ജൂനിയറായ പെൺകുട്ടികളോടും എബേൽ അഗസ്റ്റിൻ അടുപ്പം സ്ഥാപിക്കുകയും അവരുടെ ഫോട്ടോകൾ മോർഫ് ചെയ്യുകയും ചെയ്തു. മോർഫ് ചെയ്ത ചിത്രങ്ങളിൽ എബേൽ എന്ത് ചെയ്തു? അശ്ലീല കമന്റുകൾ, കുറിപ്പുകൾ എഴുതി ചേർത്തിട്ട് സോഷ്യൽ മീഡിയകളിൽ പ്രചരിപ്പിച്ചു. ഇത് ശ്രദ്ധയിൽപ്പെട്ട ഒരു സീനിയർ വിദ്യാർത്ഥിനിയാണ് ആദ്യം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ ധൈര്യം കാണിച്ചത്. പരാതി കൊടുത്തു. പോലീസ് എബേൽ അഗസ്റ്റിനെ വിളിച്ചു വരുത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. ഇത് പഠിക്കുന്ന വിദ്യാർത്ഥിനികളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന സംഭവമാണ്. സ്ത്രീകളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ്. അവരുടെ വ്യക്തി സ്വാതന്ത്ര്യം ആക്രമിക്കുന്നതാണ്. ഇതൊക്കെ പോലീസിനറിയാം. സൈബർ കുറ്റകൃത്യം അതിൻ്റെ വിപുലമായ തലത്തിൽ നോക്കുമ്പോൾ ഒരാളെ കടന്നാക്രമിക്കുന്നതിന് തുല്യം തന്നെയാണ്. അതായത് ഫിസിക്കൽ അറ്റാക്കിന് തുല്യം തന്നെയാണ് ഇങ്ങനെയുള്ള അറ്റാക്ക്. പോലീസ് പക്ഷേ നിസ്സാര വകുപ്പുകൾ ചുമത്തി ഇയാൾക്കെതിരെ കേസെടുത്തിട്ട് ഇയാളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. ഇത് പെൺകുട്ടികളെ ആകെ ഇയാളുടെ ഇരകളായ, അതായത് സീനിയർ വിദ്യാർത്ഥിനികൾ മാത്രമല്ല ജൂനിയർ വിദ്യാർത്ഥികളെയും ആകെ ഭയപ്പാടിലാക്കി. അവർ കോളേജ് യൂണിയൻ ഭാരവാഹികളോടും യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറോടുമൊക്കെ പരാതി പറഞ്ഞു. അതിൻ്റെ ഭാഗമായി അവർ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ബുധനാഴ്ച വൈകുന്നേരമായിരുന്നു ഈ ഉപരോധം നടന്നത്. അപ്പോൾ പോലീസുകാർ ബബ്ബ അടിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ പരാതി ഞങ്ങൾ സഗൗരവം എടുക്കാം എന്ന് പറഞ്ഞു. പിന്നീട് പെൺകുട്ടികൾ വീണ്ടും പരാതി കൊടുത്തു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും പോലീസ് കേസെടുത്തു. എബേൽ അഗസ്റ്റിനെ വീണ്ടും അറസ്റ്റ് ചെയ്തു. ഇത് രണ്ടാമത്തെ സംഭവമാണ് ഈ അടുത്തടുത്തുണ്ടാകുന്നത്. ഒന്ന് MK റാം ഡെന്റൽ കോളേജിൽ നിതിൻ എന്ന കുട്ടി ആത്മഹത്യ ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് SC/ST കോടതിയിൽ പ്രതിയെ ഹാജരാക്കി ജാമ്യം എടുക്കാൻ പാകത്തിന് ഉള്ള റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്ത DYSPയെ ഹൈക്കോടതി പൊളിച്ചടിക്കലൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം അയാൾ വീണ്ടും കീഴടങ്ങിയിട്ടുണ്ട്. ഇവിടെയും അതാണ്. ആദ്യം പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. പക്ഷേ പ്രതിക്കെതിരെ നിസ്സാര വകുപ്പുകൾ ചുമത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. പിന്നീട് വീണ്ടും പരാതി കൊടുക്കേണ്ടി വന്നു, വീണ്ടും കേസെടുക്കേണ്ടി വന്നു പ്രതിയെ വീണ്ടും പിടികൂടാൻ. ഈ സംഭവത്തിൽ IG തലത്തിലുള്ള അന്വേഷണം നടത്തുമെന്ന് ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് കോളേജ് യൂണിയൻ്റെയും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർമാരുടെയും ഇടപെടലിനെ തുടർന്നാണ് അത്തരമൊരു നടപടി വന്നത്. അപ്പോഴാണ് മെഡിക്കൽ കോളേജ് പോലീസും ഒന്ന് ഉണർന്ന് ചിന്തിച്ചത്. കാരണം ഇത് വലിയ സംഭവമാണെന്നുള്ള ഉണർവ്. ഏതായാലും കുറ്റവാളിക്ക് തക്ക ശിക്ഷ ലഭിക്കട്ടെ. കോളേജ് പ്രിൻസിപ്പൽ എബേൽ അഗസ്റ്റിനെ സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട്. അതും വലിയ നല്ല കാര്യം തന്നെയാണ്. പെൺകുട്ടികൾ അവിടെ സുരക്ഷിതരായി ആത്മാഭിമാനം പണയപ്പെടുത്താതെ പഠിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.